അമ്മച്ചി പറഞ്ഞ കേട്ടില്ലേ? ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവ്, ചെക്കപ്പിന്. ഇനി മാസാമാസം ചെക്കപ്പ്, വിശ്രമം, പോഷകാഹാരം. കൊച്ചു മിടുക്കി തന്നെ നീ. അല്ല ഡോക്ടർ, കുറച്ചുകൂടെ കഴിഞ്ഞു മതി എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഇങ്ങനൊരു തീരുമാനം എടുത്ത് ഒത്തിരി കപ്പിൾസിനെ എനിക്കറിയാം. ആദ്യം കുട്ടികൾ ഉടനെ വേണ്ടാന്ന് പറയും, പിന്നെ അതിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലാവും, നേർച്ചയും വഴിപാടും ഒക്കെ ആയിട്ട്. മാത്രമല്ല 3.5 മാസം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ഒരു അബോർഷൻ റിസ്ക് ആണ്. എന്തിനാ ആവശ്യമില്ലാതൊരു ടെൻഷൻ എടുത്ത് തലയെ വെക്കുന്നത്? കണ്ടോ, പുള്ളിക്കാരിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങൾ ഒന്നുകൂടെ വെറുതെ. സാന്ദ്ര, സാന്ദ്ര, ആദ്യമേ എനിക്ക് തോന്നി ഇതിലെന്തോ ചതിയുണ്ടെന്ന്. ഞാൻ മരിച്ചാൽ ഇത് നശിപ്പിക്കാൻ സമ്മതിക്കില്ല. ഇക്കാര്യത്തിന് മത്സരിച്ച് ഈ തേവിടിച്ച പെണ്ണിനോട് തോൽക്കാൻ നിൽക്കണ്ട. നാൻസി, എന്താ ഇവിടെ? എന്ത് പറ്റിയത്? പടിയിറങ്ങിയപ്പോ അല്ല, വാതിലിൽ തട്ടി വീണതാ. അതൊന്നുമല്ല. എന്താ ഉണ്ടായത്? സത്യം പറ. പോളച്ചെയ്തെന്ന് പറഞ്ഞില്ലേ? പോളച്ചും വീട്ടിലില്ല, വെള്ളം കണ്ണിക്ക് പോയിരിക്കുക. അന്ന് സണ്ണിച്ചാന്റെ കല്യാണത്തിന് കൊയറ് പാടാൻ വന്നപ്പോ മുതൽ ഒന്നും അറിയാത്ത എന്നെ സണ്ണിച്ചാനും ചേർത്ത് ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. അത് പറഞ്ഞ് പേടിപ്പിച്ച് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച സത്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവണല്ലോ. ഒന്നിങ്ങ് വന്നേ. നിന്റെ കെട്ടിയോട് വ്യാക്കൂണ് തീർക്കാൻ എന്റെ മാപ്പിള എത്ര ലിറ്റർ പെട്രോളാ കത്തിച്ചെന്നറിയാമോ? അതെന്തിനാ ചേച്ചി? ഇന്നലെ പാതിരാത്രിക്ക് സാന്ദ്രയ്ക്ക് പച്ചമാങ്ങ തിന്നണമെന്ന് അമ്മച്ചി വിളിച്ചു പറഞ്ഞു. ഈ സീസണിൽ പച്ചമാങ്ങയ്ക്ക് എവിടെ പോവാനാ? പിന്നെ എന്റെ കെട്ടിയോൻ കട്ടപ്പനലോ കുമിളിലോ പോയി പൊന്നും വില കൊടുത്ത് വാങ്ങിയതാ ഇത്. അത് പോട്ടെ, എന്റെ ഏലിക്കുട്ടി ചേച്ചി, അമ്മച്ചി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്നോ? എനിക്ക് ടിന്റുമോളെ വയറ്റിലുണ്ടായിരുന്നപ്പോ തന്ന ഒരു ലേഹിയില്ലേ, എന്താടി അതിന്റെ പേര്? കർത്താവേ, അതോ? സാന്ദ്രേ, കഴിക്കല്ലേ, അതാലോചിക്കുമ്പോഴേ എനിക്ക് ഛർദിക്കാൻ വരുവാ. നീ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവാ, പോണം. എന്നെ നിങ്ങളിപ്പോ ഭയക്കുന്നുണ്ടല്ലേ? ഹോസ്പിറ്റലിൽ പോണെന്ന് എന്ത് അവകാശത്തിലാ പറയുന്നത്? 2 മാസം കൂടെയല്ലേ ബാക്കിയുള്ളൂ. അതുവരെ ഒന്നിനും ഇതൊരു തടസ്സമാവില്ല. 7-ാം മാസം വരെ സെക്ഷൽ റിലേഷന് പ്രഗ്നൻസി ഒരു പ്രശ്നമാവില്ല എന്ന് ഇവിടെ ഒരു മാഗസിനിൽ വായിച്ചു. ആദ്യ കുർബാന കൈകൊണ്ടിട്ടുള്ള സത്യക്രിസ്ത്യാനികള് ആഘോഷനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും മഹാപാവാ. ആ പിന്നെ അയ്യർ സാർ വിളിച്ചിരുന്നു. സണ്ണിച്ചൻ വന്ന് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ഹലോ. ഞാനാ സണ്ണി. തന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചെന്ന് പറഞ്ഞു. സാർ മുഹമ്മദ് അലി. ഓ, മുഹമ്മദ് അലി. തനിക്കിത് മാത്രമേ പറയാനുള്ളോ? അവൻ ജയിലിലായിരുന്നപ്പോ തന്നെ സാറിനെയും സാന്ദ്രയെയും തിരക്കി അവന്റെ ആൾക്കാർ ഇവിടെ ഒന്ന് കുഴപ്പമുണ്ടാക്കി. ഇനിയിപ്പോ മുഹമ്മദ് അലി ഒന്നുമില്ല. താൻ സാന്ദ്രയുടെ വീട് വരെ പോണം. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിച്ചറിയിക്കണം. ഓ ശരി സാർ. എന്താ? എന്തു പറ്റി? ഇന്നലെ ഈവനിങ്ങിൽ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നു. ചേച്ചി എവിടെയും ചോദിച്ച് ബഹളം ഉണ്ടാക്കി. ആ മുഹമ്മദ് അലിയുടെ ആൾക്കാരും തോന്നുന്നു. ആ ഷോക്കിലാണ് അമ്മയ്ക്ക്.
ഇത്ര സീരിയസ് ആയിട്ട് എന്തേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? രാത്രിയിലെ ഇത്രയും കൂടുതലായത്. ആരും ഹെൽപ്പ് ചെയ്യാനില്ലാതെ ഞങ്ങൾ തനിച്ച് എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ആവശ്യമുണ്ടായാലും എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ശരി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാം. അവളെവിടെ? അലീന എന്നെ ജയിലിലാക്കിയിട്ട് സാന്ദ്ര എന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ? അത് ഞാൻ അറിഞ്ഞു. ഇപ്പൊ എനിക്ക് വേണ്ടത് അവളെയല്ല, അവളുടെ അനിയത്തി സുകന്യയെ. അവളെവിടെ? സുകന്യ മമ്മിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ഏത് ഹോസ്പിറ്റൽ? അറിയില്ല. കണ്ടുപിടിച്ചോളാം. മോളെവിടെ? പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം. തിരക്ക് പിടിച്ച് വരാൻ ശ്രമിക്കണ്ട. എത്ര ശ്രമിച്ചാലും ഫ്യൂണറൽ എത്താൻ കഴിയില്ലല്ലോ. 4 o'clock ഫ്യൂണറൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. മരിക്കാൻ നേരവും മോളെ അന്വേഷിച്ചു. ഹലോ, സണ്ണി സാറല്ലേ? ഞാൻ അയ്യരാ. സാന്ദ്രയുടെ അമ്മ ഇന്ന് കാലത്ത് മരിച്ചു. സാന്ദ്ര പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ കുറച്ചു മുമ്പ് വിളിച്ച് പറഞ്ഞതാ. വൈകിട്ട് 4 o'clock ഫ്യൂണറൽ. വരാൻ ശ്രമിക്കണ്ടെന്ന് ഞാൻ സാന്ദ്രയോട് പറഞ്ഞതാ. അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും ഞാൻ പറഞ്ഞു. താനവിടെ ഉണ്ടാകണം. അവർക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായി കൊടുത്തേക്കണം. മുഹമ്മദ് ആലി വന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോഴാ അമ്മയ്ക്ക് അസുഖം കൂടിയത്. സാന്ദ്രയെ കിട്ടിയില്ലെങ്കിൽ അവിടെ അനിയത്തെ കൊണ്ടുപോകുന്ന അവർ പറയുന്നത്. താൻ ഇപ്പൊ തന്നെ പോകണം. സുകന്യെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റ്. ഓ, ഛെ. ഊണെടുത്ത് വെച്ചിട്ടുണ്ട്. തണുത്ത് കാണും. അമ്മച്ചി അടുത്ത വീട്ടിൽ ആരെയോ കാണാൻ പോയിരിക്കുക. അയ്യര് വിളിച്ചിരുന്നു. സോറി സാന്ദ്ര, ഞാനറിയാതെ. മാപ്പ്, എല്ലാറ്റിനും മാപ്പ്. അയ്യോ, എന്താ ഇത്? മാപ്പ് പറയേണ്ടത് ഞാനല്ലേ? വെറും വാടകയ്ക്ക് വന്നൊരു പെണ്ണാണെന്ന് പലപ്പോഴും ഞാൻ മറക്കുന്നു. സണ്ണിച്ചൻ ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കാറുണ്ടെങ്കിലും. മരിച്ച അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ സാന്ദ്ര ഞാൻ. സോറി. സാന്ദ്ര, സാന്ദ്ര, ഐ എം സോറി. ഞാൻ പോയിക്കോട്ടെ സർ. മരിക്കും മുമ്പ് എന്റെ മമ്മയൊന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ അനിയത്തി, പപ്പ, അവരൊക്കെ എനിക്കൊന്ന് കാണണം. സാറിന് വേണ്ടാത്ത എന്റെ കുഞ്ഞിനെ ഞാനും വേണ്ടെന്ന് വെച്ചോളാം. എന്നെ പോകാൻ അനുവദിച്ചാ മതി. സാന്ദ്ര, നീ എങ്ങും പോവില്ല. നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞ് പാലോമറ്റത്തെ സണ്ണിച്ചന്റെ കുഞ്ഞായിട്ട് വളരും. മരിച്ചുപോയ അമ്മച്ചിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. എന്താ ഈ നേരത്ത്? ഏയ്, ഒന്നുമില്ല. എന്തുണ്ടേ സാന്ദ്രേ, പറയൂ. എന്റെ വീട്ടിൽ ഒരു വിശേഷം ഉണ്ടായി. വിശേഷം എന്ന് പറഞ്ഞാൽ വലിയൊരു വിശേഷം.
മരിച്ചു. 2 വർഷമായി അസുഖത്തിലായിരുന്നു. മിണ്ടാനും പറയാനും വയ്യാതെ കിടക്കയിൽ തന്നെ. പോകുന്നില്ലേ? ഇല്ല. സണ്ണിച്ചൻ വിടാഞ്ഞിട്ടോ? സാന്ദ്ര പോകുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടോ? ഞാൻ എത്ര തിരക്കിട്ട് പോയാലും അവിടെ ചെല്ലുമ്പോ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഒന്ന് പോകായിരുന്നു. കോൺട്രാക്റ്റിലെ നിബന്ധനയ്ക്കകത്ത് ഇടയ്ക്കുള്ള ഈ പോക്കുവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല അല്ലേ? സണ്ണിച്ചാൻ എല്ലാം എന്നോട് പറഞ്ഞു. 6 മാസം നാട്ടുകാരെയും അമ്മച്ചിയും കാണിക്കാനുള്ള ഈ അഭിനയം, പിന്നെ സിംഗപ്പൂരിൽ എത്തിയിട്ടുണ്ടാവാൻ പോകുന്ന കാർ ആക്സിഡന്റ്, അങ്ങനെ എല്ലാം. അപ്പോ ഇതുവരെ എന്റെ ഫാമിലിയെ പറ്റിയും എന്നെ പറ്റിയും ഞാൻ പറഞ്ഞ കഥകളൊക്കെ മൂളി കേട്ടത് ഒരു തമാശ കഥ കേൾക്കുന്ന മൂഡിലായിരുന്നു അല്ലേ? ഞാൻ സാന്ദ്രയോട് പറഞ്ഞിരിക്കുന്നതും അഭിനയിക്കുന്നതുമെല്ലാം ഒരു തമാശ കഥയാവുമ്പോ അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ. സാന്ദ്ര ജീവിക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ പറയുമ്പോ ഞാൻ എന്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റൊരു കള്ളക്കഥ പറയുന്നു. നാൻസി എന്താ ഈ സമയത്ത്? കയർ ഗ്രൂപ്പിന്റെ റിഹേഴ്സൽ വല്ലതും ഉണ്ടായിരുന്നു? മരിച്ച അമ്മച്ചിയെ കാണാനുള്ള മോഹം സാന്ദ്രയ്ക്ക് സാധിച്ചു കൊടുക്കാമായിരുന്നു. സാന്ദ്രയോട് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞതാ. അവളുടെ പപ്പ വിളിച്ച് പറഞ്ഞു വരണ്ടാന്ന്. സണ്ണിച്ച, സോറി, ഞാൻ ആ വാക്ക് തെറ്റിച്ചു. സണ്ണിച്ചൻ പറഞ്ഞ 6 മാസത്തെ കോൺട്രാക്ടിന്റെ കാര്യം ഞങ്ങൾ പരസ്പരം സംസാരിച്ചു പോയി. വീട്ടിലാരും ഇല്ലേ? ഇല്ല. പോളച്ചേട്ടൻ വരും? അറിയില്ല. പക്ഷേ സണ്ണിച്ച, പോളച്ചൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ എന്താ ഉണ്ടാവും പോണെന്ന് ഓർത്തിട്ട് എനിക്ക്. പോളച്ചൻ അറിയാണ്ട് നീ ഇത് എത്ര നാളിങ്ങനെ വിളിച്ചു വയ്ക്കും? ഇവൻ ഇങ്ങനെ നിന്റെ പിന്നാലെ കൂടിയിട്ട് നീ പറഞ്ഞില്ലെന്ന് വെച്ചാ? പോളച്ചൻ വരുമ്പോ അവന് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുത്താൽ പോരാ, അവന്റെ കണ്ണുകൊണ്ട് കാണണം. എന്നിട്ട് അവൻ അറിഞ്ഞില്ലെന്ന് അടിച്ചാ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. അവരോടൊന്ന് എതിർത്ത് ജയിക്കാൻ എന്റെ പോളച്ചിന് കഴിയില്ല. സണ്ണിച്ചൻ അറിയില്ലേ, പോളച്ചൻ ഒരു പാവ. ഇതിന്റെ പേരിൽ പോളച്ചന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണൊരുത്തനും എടുത്തില്ല. ഞാനാ പറയുന്നത്. വാ. സാന്ദ്ര ചേച്ചി എന്തി? സണ്ണിച്ചാനും സാന്ദ്ര ചേച്ചിയും കൂടി പുറത്തു പോയിരിക്കുക. എന്താ മോളെ വന്നേ? സാന്ദ്ര ചേച്ചി അൽഫോൻസമ്മയുടെ പടമുള്ള ലോക്കറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഭരണങ്ങാനത്ത് പോയി വാങ്ങിച്ചോണ്ട് വരിക. പാലോ മറ്റത് വീടല്ലേ? അതെ. സണ്ണി ഇല്ലേ? ഇല്ല. സണ്ണിയെ അല്ല, അയാളുടെ ഭാര്യയാണ് കാണേണ്ടത്. അവര് രണ്ടുപേരും കൂടിയാ പോയത്. അവളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. സണ്ണി അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ പൊറുപ്പിച്ചിരിക്കുന്ന പെണ്ണ് സാന്ദ്ര, അവള് സണ്ണിയുടെ മാത്രം ഭാര്യയല്ല. കെട്ടുകണക്കിന് പണം കൊടുത്ത ഏതവന്റെ കൂടെയും ഭാര്യവേഷം കെട്ടാൻ പോകും. നാടൻ ഭാഷയിൽ പറഞ്ഞ തേവിടിശി. അനാവശ്യം പറയരുത്. അമ്മച്ചയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അവൾ വരുമ്പം ചോദിക്കേ, സിംഗപ്പൂരിൽ നിന്ന് ഒരു മുഹമ്മദ് അലി വന്നെന്ന് പറ. സണ്ണിച്ചായനെ അന്വേഷിച്ച് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിരുന്നു. ഒരു മുഹമ്മദ് അലിയുടെ കൂടെ എന്തൊക്കെയോ അനാവശ്യങ്ങളും പറഞ്ഞു. ആരാ അയാള്? മോനെ, മോനെ, നീ നിന്റെ പെറ്റ തള്ളിയോടെങ്കിലും സത്യം പറ. ആ എംബോക്കികൾ നിന്റെ ഭാര്യയെ കുറിച്ചും നിന്നെ കുറിച്ചും പറഞ്ഞത് സത്യമാണോ? സത്യമാണോടാ? എടാ, അവര് പറഞ്ഞതൊക്കെ സത്യമാണോന്ന്? മോളെ, നീയെങ്കിലും എന്നോട് പറ. അവര് നിന്റെ ആരാ? കർത്താവിനെ വിചാരിച്ച് സത്യം പറ. പറ.